കേരളത്തിലെ അവസാനത്തെ പട്ടണമായ മഞ്ചേശ്വരം ഭരണഘടന പ്രകാരം കേരളത്തിൽപ്പെട്ടതാണെങ്കിലും പ്രായോഗികമായി കർണാടകയുടെ ഭാഗമാണ്. മഞ്ചേശ്വരത്ത് എല്ലാവരും കന്നഡ ഭാഷ സംസാരിക്കുന്നു. മഞ്ചേശ്വരത്ത് നിന്നും 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ കർണാടക അതിർത്തിയിൽ എത്തിച്ചേരാൻ പറ്റും. പിന്നീട് വീണ്ടും 16 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതോടുകൂടി മംഗലാപുരത്തും എത്തിച്ചേരാൻ പറ്റും. മഞ്ചേശ്വരത്തിലുള്ള ആളുകൾ വിദ്യാഭ്യാസ ആവശ്യത്തിനും ആശുപത്രി ആവശ്യത്തിനും കർണാടകയിൽ മാത്രമേ വരികയുള്ളൂ. കണ്ണൂരും കോഴിക്കോടും വരുന്ന പതിവ് അവർക്കില്ല എന്ന് മാത്രമല്ല, ഇത്തരം സ്ഥലങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ പരിചയമില്ല. തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ മഞ്ചേശ്വരക്കാർ പറയുന്നത് മറ്റ് മലയാളികൾക്ക് മനസ്സിലാക്കുവാനും പ്രയാസമുണ്ടാകും. മഞ്ചേശ്വരത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 600ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ ഷോപ്പിംഗ് ആവശ്യത്തിനും മംഗലാപുരത്ത് മാത്രമേ മഞ്ചേശ്വരക്കാർ പോവുകയുള്ളൂ. അതിന് കാരണം ധനികരായ മഞ്ചേശ്വരക്കാർക്ക് കണ്ണൂരിലും കോഴിക്കോടുമുള്ള ചെറിയ കടകൾ കാണുമ്പോൾ ചിരി വരുന്നതുകൊണ്ടും മംഗലാപുരത്തുള്ള വിശാലമായ ഷോറൂമുകൾ അവർക്ക് പരിചയമായതും കൊണ്ടാണ്. ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള മഞ്ചേശ്വരക്കാർ ചെറിയ കടകളിൽ ഷോപ്പിംഗ് നടത്തുകയില്ല. അവർക്ക് മുംബൈയിലും ബാംഗ്ലൂരിലും ഷോപ്പിംഗ് നടത്തിയും നല്ല പരിചയമുണ്ട്. കോഴിക്കോട് പോലെയുള്ള നഗരങ്ങളിൽ ചുരുങ്ങിയ ചെലവിൽ ജീവിക്കാൻ ശ്രമിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും മഞ്ചേശ്വരത്ത് അത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പ്രവണത കാണുവാനുണ്ട്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് മുമ്പേ ഗൾഫിലേക്ക് പോവുകയും കച്ചവടത്തിൽ കൂടി കോടീശ്വരന്മാരാവുകയും ചെയ്യുന്നത് കാണാറുണ്ട്. പരീക്ഷ എഴുതുകയും പിന്നീട് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി PSC പരീക്ഷകൾ എഴുതുകയും ചെയ്യുന്ന ഒരു സംസ്കാരം മഞ്ചേശ്വരത്തില്ല. എന്ന് മാത്രമല്ല, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോട് പരമപുച്ഛവുമാണ് നാട്ടുകാർക്ക്. ഗൾഫുകാർക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും റെസ്റ്റോറൻറ്റ് ഉടമകൾക്കും മാത്രമേ മഞ്ചേശ്വരത്ത് മാർക്കറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ താഴേക്കടയിൽ കഷ്ടിച്ച് ജീവിക്കുന്ന ആളുകളായി കണക്കാക്കപ്പെടുന്നു. 4 ചതുരശ്ര കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു കൊച്ചു പട്ടണമാണ് മഞ്ചേശ്വരം. എങ്കിലും കൊട്ടാരം പോലെയുള്ള വീടുകൾ മഞ്ചേശ്വരത്ത് നിറഞ്ഞു നിൽക്കുന്നു. അതിന് കാരണം മംഗലാപുരത്തും ബാംഗ്ലൂരിലും ബിസിനസ് നടത്തുന്നവർ മഞ്ചേശ്വരത്ത് വീട് വെക്കുന്നത് കൊണ്ടാണ്. 8700 ആളുകൾ മാത്രമേ മഞ്ചേശ്വരത്ത് സ്ഥിരമായി താമസിക്കുന്നുള്ളൂ. 67% മുസ്ലിങ്ങളും 31% ഹിന്ദുക്കളും 2% ക്രിസ്ത്യാനികളും ഇവിടെ താമസിക്കുന്നു. കൂടുതലായും മുസ്ലിം ലീഗുകാരാണ് മഞ്ചേശ്വരക്കാർ. അതിനു പുറമെ BJPക്കും ഇവിടെ വലിയ ശക്തിയുണ്ട്. ചെറിയൊരെണ്ണം കോൺഗ്രസ്സുകാരെയും ഇവിടെ കാണാൻ പറ്റും. ബ്രാഹ്മിൺ സമുദായത്തിൽപ്പെട്ടവരാണ് കോൺഗ്രസിനോട് ഇപ്പോഴും താല്പര്യം കാണിക്കുന്നത്. കർണാടകയിൽ രാഷ്ട്രകവി എന്നറിയപ്പെടുന്ന M. ഗോവിന്ദ പൈയുടെ വീട് മഞ്ചേശ്വരത്താണ്. അദ്ദേഹം അന്തരിച്ച ശേഷം ഈ വീട് കേരള സർക്കാർ ഏറ്റെടുക്കുകയും ഒരു മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ മഞ്ചേശ്വരത്ത് M. ഗോവിന്ദ പൈ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജും സ്ഥാപിച്ചിട്ടുണ്ട്. കന്നഡ ഭാഷയും കന്നഡ സാഹിത്യവും പഠിക്കുവാനുള്ള സൗകര്യം M. ഗോവിന്ദ പൈ മെമ്മോറിയൽ മഞ്ചേശ്വർ ഗവൺമെൻറ് കോളേജിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിനു പുറമെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ചും മഞ്ചേശ്വരത്തുണ്ട്. കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മഞ്ചേശ്വരത്ത് ഗ്രീനറി കുറവാണ്. ഡ്രൈ ലാൻഡാണ് കൂടുതലും. ഒരു കർണാടക ശൈലിയിലുള്ള ഭൂപ്രകൃതിയാണ് മഞ്ചേശ്വരത്തിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് കശുവണ്ടി മാത്രമേ ഇവിടെ വളരുന്നുള്ളൂ. ചെറിയ അളവിൽ തെങ്ങും കവുങ്ങും കൃഷി ചെയ്യുന്നുണ്ട്. മഞ്ചേശ്വരത്ത് എല്ലാവരും ഗൾഫിലായതുകൊണ്ട് സാമ്പത്തികമായി നല്ലപോലെ മെച്ചപ്പെടുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടെ പൊങ്ങച്ചവും ധൂർത്തും ധാരാളിത്തവും കൂടുതലാണ്. കുടുംബത്തിൽ കല്യാണ ചടങ്ങ് നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ ക്ഷണിക്കുകയും വലിയ കല്യാണ മണ്ഡപങ്ങളിൽ ഉയർന്ന ബഡ്ജറ്റിൽ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് മഞ്ചേശ്വരക്കാരുടെ ഒരു രീതിയാണ്. പ്രത്യേകിച്ചും ബേറി മുസ്ലിങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നത്. 5 ലക്ഷം രൂപ ചെലവിലോ 10 ലക്ഷം രൂപ ചെലവിലോ ഒരു കല്യാണം നടത്തുവാൻ മഞ്ചേശ്വരത്തുകാർക്ക് സാധിക്കുകയില്ല. കാശില്ലാത്തവർ കടം വാങ്ങിയാണ് വലിയ കല്യാണങ്ങൾ നടക്കുന്നത്. പല കുടുംബങ്ങളും പാപ്പറായത് ഇത്തരത്തിലുള്ള ധൂർത്തും മറ്റുള്ളവരെ കാണിക്കുവാനുള്ള പ്രദർശനപരമായ ചെലവുകൾ ചെയ്യുന്നത് കൊണ്ടുമാണ്. കർക്കശമായ ഹിജാബ് അണിഞ്ഞ് മാത്രമേ മഞ്ചേശ്വരത്തെ പെൺകുട്ടികൾ പുറത്തിറങ്ങാറുള്ളൂ. എന്നാലും അടുത്ത കാലത്തായി പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ ജിംനേഷ്യം സർക്കാർ ഉണ്ടാക്കുകയും അത്തരം സ്ഥലങ്ങളിൽ പോകുവാൻ സ്ത്രീകൾ ധൈര്യമായി മുന്നോട്ട് വരികയും ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ 66 മഞ്ചേശ്വരത്ത് കൂടി കടന്നു പോകുന്നു. അതിനു പുറമെ തലപ്പാടി വോർക്കാടി റോഡും ഇവിടെ നിന്ന് ആരംഭിക്കുന്നുണ്ട്. മഞ്ചേശ്വരത്തിൻ്റെ വടക്ക് ഭാഗത്തെ തലപ്പാടി എന്നറിയപ്പെടുന്നു. ഇവിടെ ആദ്യം ഒരു കേരള ചെക്ക് പോസ്റ്റും പിന്നീട് ഒരു കർണാടക ചെക്ക് പോസ്റ്റും കാണുവാൻ പറ്റും. കർണാടകയിൽ ലോട്ടറി നിരോധിച്ചതുകൊണ്ട് ധാരാളം ലോട്ടറി സ്റ്റാളുകൾ കേരള ഭാഗത്ത് കാണുവാൻ സാധിക്കും. മഞ്ചേശ്വരത്തിൽ നിന്ന് 18 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്താൽ ആനക്കല്ല് പാലം കാണുവാൻ പറ്റും. ഈ പാലത്തിൻ്റെ കിഴക്ക് ഭാഗം കർണാടകയും പടിഞ്ഞാറ് ഭാഗം കേരളയുമാണ്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള ആനക്കല്ല് പാലം സെൽഫി എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. മഞ്ചേശ്വരം ഹൊസങ്കടി ജംഗ്ഷനിൽ നിന്ന് ആനക്കല്ല് പാലത്തിലേക്ക് ബസ് കിട്ടും. എന്നാൽ പാലം മുറിച്ചു കടക്കുവാൻ കേരള ബസ്സുകൾക്ക് അനുവാദം ലഭിച്ചിട്ടില്ല.
കർണാടകയിലെ കന്യാല, പുത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ പാളത്തിൽ കൂടി നടന്നു പോവുകയും അക്കരെയുള്ള കർണാടക ബസ്സുകളിൽ കയറുകയുമാണ് വേണ്ടത്. കർണാടകയിലുള്ള ബസ്സുകൾ കേരളത്തിലേക്ക് പ്രവേശിക്കാറില്ല. പാലത്തിനപ്പുറത്ത് വെച്ച് അവ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മനോഹരമായൊരു ബീച്ച് മഞ്ചേശ്വരത്തുണ്ടെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. നാട്ടുകാർ മാത്രമാണ് ഇവിടെ വരുന്നത്. എങ്കിലും സ്വൈരമായി സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു ബീച്ചായി മഞ്ചേശ്വരം ബീച്ച് അറിയപ്പെടുന്നു. അതുകൊണ്ട് ആൾക്കൂട്ടങ്ങളില്ലാത്ത ബീച്ച് തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർ കാസർഗോഡ് ജില്ലയിൽ നിന്നും മംഗലാപുരം ജില്ലയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. മഞ്ചേശ്വരം ഒരു മുസ്ലിം സാംസ്കാരിക കേന്ദ്രമായി അറിയപ്പെടുന്നു. എവിടെ നോക്കിയാലും മനോഹരമായ ജമാഅത്ത് പള്ളികൾ മഞ്ചേശ്വരം നഗരത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ സുന്നികളാണ്. അതുകൊണ്ട് ധാരാളം ദർഗകളും ഇവിടെയുണ്ട്. ഏറ്റവും വലിയ ദർഗ ഇച്ചിലങ്കോട് ദർഗയാണ്. മലപ്പുറം ജില്ലയിൽ രഹസ്യമായിട്ടാണ് ആളുകൾ ദർഗയിൽ പോകുന്നത്. കാരണം മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാർ ദർഗയിൽ പോകുന്നവരെ കളിയാക്കുന്ന പതിവ് മലപ്പുറത്തും കോഴിക്കോടുമുണ്ട്. എന്നാൽ കണ്ണൂർ ജില്ലയിൽ സുന്നികൾക്ക് കൂടുതൽ മേധാവിത്വമുള്ളതുകൊണ്ട് ദർഗയിൽ പോകുന്നത് ഒരു നാണക്കേടായി കണക്കാക്കുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ എല്ലാവരും ദർഗയിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനക്കാരെ കാണുവാൻ പ്രയാസമാണ്. എന്ന് മാത്രമല്ല, മഞ്ചേശ്വരം പോലെയുള്ള സ്ഥലങ്ങളിൽ മുജാഹിദാണെന്ന് പറഞ്ഞാൽ അടികിട്ടുമെന്ന് ഉറപ്പാണ്. ദർഗകളെ വിമർശിക്കുകയോ ഉറൂസുകൾക്കെതിരായി സംസാരിക്കുകയോ ചെയ്താൽ മഞ്ചേശ്വരത്ത് ശക്തമായ പ്രതിഷേധം ഉടൻ തന്നെ ഉണ്ടാകും എന്ന് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മുജാഹിദുകളെയോ ജമാഅത്തെ ഇസ്ലാമിക്കാരെയോ കാണുവാൻ സാധിക്കുകയില്ല. മഞ്ചേശ്വരത്തെ ഒളയം ദർഗ റിവർ സൈഡിലുള്ള ഒരു മനോഹരമായ പ്രോപ്പർട്ടിയാണ്. മദ്രസയും ജുമാ മസ്ജിദും ഇവിടെയുണ്ട്. അതുപോലെ പാണ്ടിയാൽ ജുമാ മസ്ജിദും റഹ്മാനിയ ജുമാ മസ്ജിദും ഷെയ്ഖ് സുൽത്താൻ ജുമാ മസ്ജിദും ഉദയവൂർ ജുമാ മസ്ജിദും മഞ്ചേശ്വരത്ത് കാണുവാൻ സാധിക്കും. കേരള ഗവൺമെൻറ് മഞ്ചേശ്വരത്ത് ടൂറിസം വികസനം നടത്തുവാൻ ഒട്ടും തന്നെ ശ്രമിച്ചിട്ടില്ല. കണ്ണൂരിലും കാസർഗോഡിലും കൂടുതൽ ടൂറിസ്റ്റ് ഫെസിലിറ്റി ഉണ്ടാക്കുവാനാണ് കേരള സർക്കാരിന് താല്പര്യം. എന്നാൽ കർണാടകയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ കാറിൽ വരുന്നതുകൊണ്ട് കാസർഗോഡ് വരെ യാത്ര ചെയ്യുവാൻ അവർ തയ്യാറാവുകയില്ല. മഞ്ചേശ്വരത്തും പരിസരത്തും ധാരാളം മനോഹരമായ ക്ഷേത്രങ്ങളും മറ്റ് ടൂറിസ്റ്റ് ആകർഷണീയതകളും ഉള്ളതുകൊണ്ട് അവർ മഞ്ചേശ്വരത്തുള്ള റിസോർട്ടുകളിൽ താമസിക്കുകയും 2 ദിവസം കൊണ്ട് തിരിച്ച് മംഗലാപുരത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർണാടകയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ ധാരാളമായി ആകർഷിക്കുവാൻ മഞ്ചേശ്വരം നഗരത്തിലുള്ള ടൂറിസ്റ്റ് സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് കേരള സർക്കാർ ചെയ്യേണ്ടത്. എന്ന് മാത്രമല്ല, കർണാടകയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് മഞ്ചേശ്വരം നഗരത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ്. എല്ലാവരും കന്നഡ സംസാരിക്കുകയും കർണാടക രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന മഞ്ചേശ്വരം നഗരം ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയി അനുഭവപ്പെടുന്നു. തിരിച്ച് ബാംഗ്ലൂരിൽ ചെന്ന് ഞങ്ങൾ കേരളം കണ്ടു, ഏകദേശം കർണാടക പോലെ തന്നെയുണ്ട് എന്നാണ് അവർ പറയുകയും ചെയ്യുക. മഞ്ചേശ്വരത്ത് നിന്ന് തെക്കോട്ട് കർണാടക ടൂറിസ്റ്റുകൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് മധൂരിലുള്ള ക്ഷേത്രം കാണുവാനും കുമ്പളയിലുള്ള തടാക ക്ഷേത്രം കാണുവാനും വേണ്ടി മാത്രമാണ്. മഞ്ചേശ്വരത്തെ മുസ്ലിങ്ങൾക്ക് മദ്രസ പഠനത്തിൽ വലിയ താല്പര്യമാണ്. മദ്രസയിലെ ഉസ്താദുമാർക്ക് ഉയർന്ന ശമ്പളം കൊടുക്കുന്ന ഒരു പട്ടണമായി മഞ്ചേശ്വരം അറിയപ്പെടുന്നു. കോഴിക്കോട് ഒരു മദ്രസ അധ്യാപകന് മാസം 4000 രൂപ മാത്രമേ ശമ്പളം കിട്ടുകയുള്ളൂ. എന്നാൽ മഞ്ചേശ്വരത്ത് 10,000 രൂപയും 20,000 രൂപയും ശമ്പളം കൊടുക്കുന്ന മദ്രസകളുണ്ട്. ഇസ്സത്തുൽ ഉലൂം മദ്രസ പോലെയുള്ള മതപഠന കേന്ദ്രങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മദ്രസകൾ ഉണ്ടാവുകയില്ല. എന്നാൽ മഞ്ചേശ്വരത്തെ ഹിന്ദുക്കൾ മതപഠനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് കൻവതീര, മഠം പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ അനേകമെണ്ണം കാണുവാൻ സാധിക്കും. ക്രിസ്ത്യാനികളുടെ കോൺവെന്റുകളും ഇവിടെയുണ്ട്. അറിയപ്പെടുന്ന അനേകം ഹിന്ദു ക്ഷേത്രങ്ങൾ മഞ്ചേശ്വരം നഗരത്തെ അലങ്കരിക്കുന്നു. കനില ശ്രീ ഭഗവതി ക്ഷേത്രവും കുഞ്ചത്തൂരിലുള്ള മഹാലിംഗേശ്വര ക്ഷേത്രവും ഷിറിയയിലുള്ള ശങ്കരനാരായണ ക്ഷേത്രവും അതുപോലെ ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. അതുപോലെ ജൈൻ സമുദായത്തിൽപ്പെട്ടവരും മഞ്ചേശ്വരത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 ജൈനമ്പലങ്ങൾ മഞ്ചേശ്വരത്തുണ്ട്. അതിലൊരെണ്ണം ബങ്കര മഞ്ചേശ്വരത്താണ്. ക്രിസ്ത്യാനികൾ എണ്ണത്തിൽ കുറവാണെങ്കിലും 2 ചർച്ചുകൾ ഇവിടെ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഹൊസങ്കടിയിലെ ഇൻഫന്റ് ജീസസ് ചർച്ചും അതുപോലെ അവർ ലേഡി ഓഫ് മേഴ്സി ചർച്ചും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. മഞ്ചേശ്വരത്ത് റെസ്റ്റോറൻറ്റുകൾ കുറവാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാമെങ്കിലും നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി അനേകം പേരെടുത്ത ഭക്ഷണശാലകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനന്തയാത്രി റിഫ്രഷ്മെൻറ്റ്സ് പഴയകാലം മുതലേ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്.
അതുപോലെ ജ്യോതി ഹോട്ടൽ മനോഹരമായ പീരിയഡ് ബിൽഡിംഗ് കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നു. മലബാർ ഹോട്ടൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഓഷ്യൻ എംപയർ ഹോട്ടൽ ബീച്ചിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ബീച്ചിൽ ആകെയുള്ള ഒരു ഹോട്ടൽ ഓഷ്യൻ എംപയർ ഹോട്ടൽ മാത്രമാണ്. അതുപോലെ റോയൽ കിച്ചൺ ഹോട്ടൽ കരോടയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ശ്രീ നിത്യാനന്ദ ഭവന റെസ്റ്റോറൻറ്റ് അറിയപ്പെടുന്ന മറ്റൊരു ഭക്ഷണശാലയാണ്. അതുപോലെ വില്ലേജ് തട്ടുകട ടേസ്റ്റ് ഓഫ് മലബാർ എന്ന് അറിയപ്പെടുന്നു. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ ചെറുതാണെങ്കിലും ധാരാളം യാത്രക്കാർ ഇവിടെ എപ്പോഴും കാണുവാൻ സാധിക്കും. പാസഞ്ചർ വണ്ടികളാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ചെറുവത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള പാസഞ്ചർ വണ്ടി മഞ്ചേശ്വരക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഗതാഗത സംവിധാനമാണ്. അതുപോലെ മംഗലാപുരം ചെറുവത്തൂർ പാസഞ്ചറും ഇവിടെ വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. അതിനു പുറമെ ചില എക്സ്പ്രസ് വണ്ടികളും മഞ്ചേശ്വരത്ത് നിർത്തുന്നുണ്ട്. മലബാർ എക്സ്പ്രസും ഏറനാട് എക്സ്പ്രസും ഇവിടെ നിർത്തുന്നു. അതുപോലെ ചെന്നൈ മെയിലും ചെന്നൈ എക്സ്പ്രസും ഇവിടെ നിർത്തുന്നുണ്ട്. വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്ന നിലയിലുള്ളവരാണ് മഞ്ചേശ്വരക്കാർ. അതിന് കാരണം മംഗലാപുരം നഗരം അടുത്തുള്ളത് കൊണ്ട് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുവാൻ അവർക്ക് സൗകര്യമുള്ളത് കൊണ്ടാണ്. മഞ്ചേശ്വരത്തെ കുട്ടികൾ രാവിലെ തീവണ്ടിയിൽ മംഗലാപുരത്ത് പോവുകയും ക്ലാസ് കഴിഞ്ഞ് തീവണ്ടിയിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യുന്നു. ഇവിടെ നിന്ന് മംഗലാപുരത്തേക്ക് 20 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെ പോയി പഠിക്കാനാണ് കുട്ടികൾക്ക് താല്പര്യം. എങ്കിലും നല്ല സ്കൂളുകൾ മഞ്ചേശ്വരത്തുമുണ്ട്. അൽ സഖാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതുപോലെ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, മിയാപ്പടവിലെ ഫാത്തിമ സ്കൂൾ, ഉദയവാറിലെ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഹൊസബട്ടയിലെ ഇൻഫന്റ് ജീസസ് സ്കൂൾ, കുന്നിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഹൊസബട്ടയിലെ SAT ഹൈസ്കൂൾ, ശ്രീ ഭഗവതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഉദയ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെ ധാരാളം സ്കൂളുകൾ മഞ്ചേശ്വരത്തുണ്ട്. മഞ്ചേശ്വരത്ത് വരുന്ന ടൂറിസ്റ്റുകൾ കൂടുതലും റിസോർട്ടുകളിലാണ് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകൾ ഇവിടെ എണ്ണത്തിൽ കുറവാണ്. മലബാർ ലോഡ്ജ് 400 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. അതുപോലെ ഗ്രാൻഡ് ലോഡ്ജ് 500 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. കുറെ കൂടി ചെലവ് കൂടിയ അക്കോമഡേഷൻ കൻവ തീർത്ത റിട്രീറ്റിൽ ലഭിക്കുന്നതാണ്. അതുപോലെ മാംഗ്ലൂർ ബീച്ച് ഹൗസും ചെലവേറിയ ഒരു റിസോർട്ടാണ്. വൈക്ക റിസോർട്ട് ഗ്രീൻ ഹിൽ റോഡിൽ സ്ഥിതി ചെയ്യുന്നു.